എല്ലാവർക്കും നമസ്കാരം. ഹാപ്പി ന്യൂ ഇയർ. എങ്ങനെയായിരുന്നു ഇന്നത്തെ ആഘോഷമൊക്കെ? എല്ലാവരുടെയും സൂപ്പറായോ? അപ്പോൾ ഇന്ന് നമുക്ക് രാവിലെ ഞാൻ ഫീലിങ്സും മെസ്സേജസും ഷോർട്ട്സായിട്ട് ഇട്ടിരുന്നു കേട്ടോ. ഡിവൈൻ ഗൈഡൻസും ഇട്ടിരുന്നു. ഓക്കെ, വളരെ പോസിറ്റീവ് നോട്ട്സിലാണ് ഇന്ന് നമുക്ക് 2 റീഡിങ്ങും കിട്ടിയത്. അപ്പം ഞാൻ വിചാരിച്ചു ബാക്കി നമുക്ക് തോട്ട്സ് നോക്കാം. ഇയർ ബിഗിനിങ് നമുക്ക് തോട്ട്സ്, നിങ്ങളുടെ പേഴ്സൻ്റെ നിങ്ങളെക്കുറിച്ചുള്ള തോട്ട്സ് എന്താണ് എന്ന് നോക്കി തുടങ്ങാം. നാളെ ആൽഫബറ്റ് റീഡിങ് ചെയ്തു തരാം കേട്ടോ. ഇന്ന് റെക്കോർഡിങ് കുറച്ച് ലേറ്റായി. അപ്പോൾ ഇന്നൊക്കെയായിട്ട് തോട്ട്സ് നോക്കി പോകും. ഓക്കെ, ഓർക്കുക ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം നിങ്ങളായിട്ട് റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക, ബാക്കി അങ്ങ് വിട്ട് കളയുക കേട്ടോ. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കണ്ട. ഓക്കെ, അപ്പോൾ തുടങ്ങട്ടെ. ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറൻറ്റ് തോട്ട്സ് എന്താണ്? എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്, എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ചുള്ള അവരുടെ പേഴ്സൻ്റെ കറൻറ്റ് തോട്ട്സ് എന്താണെന്ന് കാണിച്ചു തരൂ. ഓണസ്റ്റ് ട്രൂ തോട്ട്സ്, ഡീപ്പ് ഡൗൺ തോട്ട്സ് എന്താണ്? ഡിവൈൻ പ്ലീസ് ഗൈഡ് എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ച് അവരുടെ പേഴ്സൻ്റെ കറൻറ്റ് തോട്ട്സ് എന്താണ്? എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ചുള്ള അവരുടെ പേഴ്സൻ്റെ കറൻറ്റ് തോട്ട്സ് എന്താണെന്ന് കാണിച്ചു തരും. എടുക്കുന്നില്ല, ഷഫ്ലിംഗ് കഴിഞ്ഞിട്ടില്ല, കണക്റ്റ് ആയിട്ടില്ല കേട്ടോ. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറൻറ്റ് തോട്ട്സ് എന്താണ്? വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറൻറ്റ് തോട്ട്സ് എന്താണ് അവരെക്കുറിച്ച്? വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറൻറ്റ് തോട്ട്സ് about വ്യൂവേഴ്സ് പേഴ്സൺസ് കറൻറ്റ് തോട്ട്സ് about പ്ലീസ് ഗൈഡ്, പ്ലീസ് ഗൈഡ്, പ്ലീസ് ഗൈഡ്. വൺ മോർ ഷഫിൾ, ലാസ്റ്റ്. എടുക്കണം കേട്ടോ. 8 of Wands, നിങ്ങൾക്ക് തന്നെ അറിയാം എന്താണെന്നല്ലേ. Knight of Swords, 5 of Swords, Knight of Cups, Nine of Wands, Death, Ace of Wands, 3 of Cups, 2 of Cups, Strength, 4 of Cups, 2 of Pentacles, Magician, Hierophant, Lovers. എന്തെങ്കിലും ക്ലാരിഫൈ ചെയ്യണമെങ്കിൽ ചെയ്യാം. ബോട്ടം ഓഫ് ദി ഡെക്ക് കൂടെ എടുത്തേക്കാം. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് കേട്ടോ. നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് തോട്ട്സിൽ ആദ്യമായിട്ട് നിങ്ങൾക്കായിട്ടൊരു സ്പീഡി കമ്മ്യൂണിക്കേഷൻ തരണം എന്നവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളുമായിട്ട് സംസാരിക്കണം, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, മെസ്സേജ് ചെയ്യണം, അതും അധികം വൈകാതെ തന്നെ സ്പീഡായിട്ട് ചെയ്യണം എന്നവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. നൈറ്റ് ഓഫ് സോർട്സ് വെച്ച് ലോങ് ഡിസ്റ്റൻസിലാണെങ്കിൽ നിങ്ങളെ കാണാൻ വരുന്നതിനെ പറ്റിയും അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. അതിനെപ്പറ്റി കൂടി ആയിരിക്കാം കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് തരാൻ അവർ ഉദ്ദേശിച്ചത് കേട്ടോ. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും ഒരു മനസ്താപം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അവർ സ്ട്രെസ്ഡായിട്ട് ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. അതിന് ഒരു മാപ്പ് പറയണം, അല്ലെങ്കിൽ നിങ്ങൾ അനുനയിപ്പിക്കണം. ന്യൂ ഇയറും കൂടെ ആണ്, ഒരു ഗിഫ്റ്റൊക്കെ കൊണ്ട് നിങ്ങളെ കാണാൻ വരണം എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ചില തടസ്സങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ട്. ഓക്കെ, ആ തടസ്സങ്ങൾ തരണം ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത് കേട്ടോ. ക്ലാരിഫൈ. 9 of Wands, എന്ത് തടസ്സമാണ് ഡിവൈൻ അവിടെ? എന്ത് തടസ്സമാണ് അവിടെ? 9 of Wands ഒന്ന് ക്ലാരിഫൈ ചെയ്യൂ. ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ടാണ് അവിടെ ചിലർക്കെങ്കിലും തടസ്സമായിട്ട് കാണുന്നത് കേട്ടോ. അതുകൊണ്ട് അവർ സ്വയം റെസ്ട്രിക്റ്റ് ചെയ്ത് നിൽക്കുകയായിരിക്കാം. അതിനെക്കുറിച്ച് അവർ സ്ട്രെസ്ഡ് ആയിരിക്കാം. അതിൻ്റെ പേര് പറഞ്ഞ് ഇവർ ചിലപ്പോൾ നിങ്ങൾക്കൊരു റീയൂണിയൻ തരുന്നതിൽ നിന്നും കുറച്ച് ബാക്കിലോട്ടാവുന്നുണ്ടായിരിക്കും. അത് അവരുടെ തെറ്റാണെന്ന് അവർ മനസ്സിലാക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ കാത്തിരിക്കാൻ തയ്യാറാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്നിട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ അവർ തരാതിരിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ തരുന്നതിനെ പറ്റിയിട്ടും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുന്നതിനെ പറ്റിയിട്ടും നിങ്ങൾ തൽക്കാലം ഒരു സെപ്പറേഷനിലാണെങ്കിൽ നിങ്ങളെ വന്ന് ഒരു ഗിഫ്റ്റൊക്കെ ആയിട്ട് കാണാൻ വരുന്നതിനെ പറ്റിയിട്ട് അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുമായിട്ട് ഒരു ന്യൂ ബിഗിനിങ് വേണം എന്ന് തന്നെ അവർ ഉറച്ച് ചിന്തിക്കുന്നുണ്ട്. ഒരു ന്യൂ റൊമാൻറ്റിക് ബിഗിനിങ് തന്നെയാണ് കേട്ടോ. നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ പേഴ്സൺ പ്രപ്പോസ് ചെയ്തിട്ടില്ലെങ്കിൽ
ഒരു പക്ഷേ പ്രപ്പോസ് ചെയ്യാനുള്ള സാഹചര്യം വരുന്നതായിട്ടും കാണുന്നു. ഓക്കെ, 3 ഓഫ് കപ്സ് വെച്ച് ചിലർക്കെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ അവിടെ ഉണ്ട് കേട്ടോ. അവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിലും എന്ത് തന്നെയാണെങ്കിലും അവർ ഒരു റീയൂണിയൻ നിങ്ങളുമായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് തന്നെ കാണുന്നു കേട്ടോ. നിങ്ങളെ വന്ന് കാണുന്നതിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഒരു ഗിഫ്റ്റൊക്കെ ആയിട്ട് നിങ്ങളെ വന്ന് കാണുന്നതിനെ പറ്റിയിട്ട് അവർ സീരിയസ് ആയിട്ട് തന്നെ ചിന്തിക്കുന്നുണ്ട്. ഒരു പക്ഷേ ഈ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് വരുന്നത് ഇവർ നിങ്ങളെ ഈ തമ്മിൽ കാണുന്ന കാര്യം അറിയിക്കുന്നത് നിങ്ങളുടെ സുഹൃത്തുക്കൾ വഴിയുമായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ കാണുന്ന സമയത്ത് ഈ സുഹൃത്തുക്കൾ ആരെങ്കിലും കൂടെ ഉണ്ടായിരിക്കാം കേട്ടോ. മറ്റുള്ളവർ കൂടെ ഉണ്ടായിരിക്കാം. ഒരു പക്ഷേ നിങ്ങൾ തനിയെ ആയിരിക്കില്ല, ഒരു ഗ്രൂപ്പ് റീയൂണിയൻ, ഒരു ഗ്രൂപ്പായിരിക്കും, അതിൽ നിങ്ങളുടെ പേഴ്സണെ കാണും. അങ്ങനെ നിങ്ങൾ കാണാൻ സാധ്യതയുണ്ട്. എന്ത് തന്നെ ആയാലും നിങ്ങൾ വന്ന് സംസാരിച്ചാൽ മതി എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ടും കാണുന്നു കേട്ടോ. സ്ട്രെങ്ത് വെച്ചിട്ട് സിറ്റുവേഷൻസ് പലതും, തടസ്സങ്ങൾ പലർക്കും പലതാണ് അല്ലേ. ചിലർക്ക് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണ്, ചിലർക്ക് ലോങ് ഡിസ്റ്റൻസ് ആണ്, മറ്റു ചിലർക്ക് ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ടുകളാണ് അല്ലേ. എന്ത് തന്നെ ആയാലും അത് ക്ഷമയോടെ ഡീല് ചെയ്യാം, എടുത്ത് ചാടി ഒന്നും തീരുമാനിക്കണ്ട എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, 4 ഓഫ് കപ്സ് വെച്ച് അതിയായിട്ട് നിങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ടെമ്പററി സെപ്പറേഷനിലായാലും ശരി, ലോങ് ഡിസ്റ്റൻസിലായാലും ശരി, ഓക്കെ, നിങ്ങളെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിക്കുകയാണ്. 2 ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് അവർക്കൊരു ജഗ്ലിംഗ് സിറ്റുവേഷൻ ഉള്ളതായിട്ട് കാണുന്നു. നോക്കട്ടെ, ക്ലാരിഫൈ 2 ഓഫ് പെൻറ്റക്കിൾസ്, ക്ലാരിഫൈ 2 ഓഫ് പെൻറ്റക്കിൾസ്. ഒരു ചെറിയ കൺഫ്യൂഷൻ എന്തോ ഉള്ളതായിട്ട് കാണുന്നു. കാരണം അവർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് കേട്ടോ. ഈ റെസ്പോൺസിബിലിറ്റീസിൽ ഒരു പക്ഷേ ഇവരുടെ വീട്ടിലുള്ള മൂത്ത മകനോ മകളോ ആയിരിക്കാം, അല്ലെങ്കിൽ ഇവർ മാരീഡ് ആയിരിക്കാം, അതേപോലെ അല്ലെങ്കിൽ ഇവരുടെ ഒരു പദവി, ഇവർ വഹിക്കുന്ന പദവി, ജോലി ഉണ്ടല്ലോ, ആ പദവി ആയിരിക്കാം, അല്ലെങ്കിൽ കാസ്റ്റ്, കൾച്ചർ, റിലീജിയൻ, സോഷ്യൽ സ്റ്റാറ്റസ്, അങ്ങനത്തെ ഡിഫറൻസസ് ആയിരിക്കാം. അതെല്ലാം ഒരു ജഗ്ലിംഗ് സിറ്റുവേഷനിൽ ഇവരെ ഇടയ്ക്കെങ്കിലും കൊണ്ടെത്തിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ ചില സമയത്ത് അവർക്ക് തോന്നും നിങ്ങളുടെ റിലേഷൻഷിപ്പിനേക്കാൾ വലുതായിട്ട് ഒന്നുമില്ല എന്ന് തോന്നും. എന്നാലും ചില സമയത്ത് ഒരു കൺഫ്യൂഷനിൽ അവർ പെടുന്നത് പോലെ തോന്നുന്നു. ഓക്കെ, ഒരു തീരുമാനം എടുക്കാൻ കഴിയാതെ ജഗിൾ ചെയ്യുന്നത് പോലെ ഒരു ഫീലിംഗ് അവിടെ കാണുന്നുണ്ട്. എന്ത് തന്നെ ആയാലും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ ഇവർക്ക് നിർത്താൻ സാധിക്കുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ തന്നെയാണ് കേട്ടോ. തുടർച്ചയായിട്ട് നിങ്ങളെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിങ്ങൾ അവരുടെ ലൈഫിൽ ഓട്ടോമാറ്റിക്കലി മാനിഫെസ്റ്റ് ആവുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. ഓക്കെ, ഹെയറോഫൻ്റ് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ ഒന്നുകിൽ ഒരു എന്താ പറയുക, പ്രബലമായ സ്ഥാനം വഹിക്കുന്ന ഒരാളായിരിക്കണം, സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരാളായിരിക്കാം, അതേപോലെ സ്പിരിച്വലി കുറച്ച് കണക്റ്റഡ് ആയിട്ടുള്ള ആളായിരിക്കാം, ഒരു പ്രീസ്റ്റ് ആയിരിക്കാം, ചിലരെങ്കിലും മാരീഡ് ആയിരിക്കാനും സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ചിലരെ കമ്മിറ്റഡ് ആയിരിക്കാനും സാധ്യതയുണ്ട് കേട്ടോ. ഇവരും കാസ്റ്റ്, കൾച്ചർ, റിലിജിയൻ, സൊസൈറ്റി കുറിച്ചുള്ള ചിന്തകൾ അതൊക്കെ കുറച്ച് കൂടുതലായിട്ടും ചിന്തിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, ക്ലാരിഫൈ ഹെയറോഫൻ്റ്, ക്ലാരിഫൈ ഹെയറോഫൻ്റ്, ക്ലാരിഫൈ ഹെയറോഫൻ്റ്. ദ വീൽ, ഈ സിറ്റുവേഷൻ മാറി വരും എന്ന് തന്നെ അവർ ചിന്തിക്കുകയാണ്. അതായത് ഈ റെസ്പോൺസിബിലിറ്റി മൂലമുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ കാസ്റ്റ്, കൾച്ചർ, റിലിജിയൻ, സോഷ്യൽ സ്റ്റാറ്റസ്, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെയാണ് ഈ തടസ്സങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നതെങ്കിൽ ആ സിറ്റുവേഷൻ മാറി വരുമെന്ന് തന്നെ ഇവർ വിശ്വസിക്കുന്നു കേട്ടോ. ആ തടസ്സങ്ങളെല്ലാം മറികടന്ന് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, പോസിറ്റീവ് ചേഞ്ച് നിങ്ങളുടെ റിലേഷനിൽ വരും എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് ഫൈനലി തരാൻ സാധിക്കും എന്നും അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. ഇതെല്ലാം തരണം ചെയ്ത് നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരാൻ അവരെ കൊണ്ട് സാധിക്കും എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. ഓക്കെ, ലവേഴ്സ് വെച്ച് നിങ്ങളെക്കുറിച്ച് വളരെയധികം സ്നേഹത്തോടെ, നിങ്ങൾ അവരുടെ പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്, ട്വിൻ ഫ്ലെയിം ആണ്, സോൾമേറ്റ് ആണ് എന്നുള്ള രീതിയിലൊക്കെ തന്നെ അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ക്ലാരിഫൈ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, ക്ലാരിഫൈ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, ക്ലാരിഫൈ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. ദ വേൾഡ്, ഡിസ്റ്റൻസ് മൂലം നിങ്ങളുടെ പേഴ്സൺ ചിലപ്പോൾ ജോലി സംബന്ധമായിട്ടൊക്കെ വേറെ നാട്ടിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിലൊരു ജോഗ്രഫിക്കൽ ഡിസ്റ്റൻസ് ഉണ്ട്. ഓക്കെ, ആ ഡിസ്റ്റൻസ് മൂലം നിങ്ങളുടെ റിലേഷൻ ഒരു സ്ലോ ഡൗൺ ആവുന്നുണ്ടോ എന്നൊക്കെ അവർക്ക് ചിന്ത വരുന്നുണ്ട്. ഓക്കെ, അവർ ആ ഡിസ്റ്റൻസ് തരണം ചെയ്ത് എത്താൻ അവർക്ക് സമയം പിടിക്കുന്നു, മനസ്സിലായില്ലേ. എസ്പെഷ്യലി എബ്രോഡൊക്കെ ആണെങ്കിൽ ലീവ് കിട്ടുമ്പോഴൊക്കെ വരാൻ പറ്റുള്ളൂ അല്ലേ.
അപ്പോൾ നിങ്ങൾ ധൃതി പിടിപ്പിക്കേണ്ടാവും അവരതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടേ. ഡിസ്റ്റൻസ് ഒരു ബോധറേഷൻ ആണല്ലോ എന്നുള്ള രീതിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്ലോ ഡൗൺ ആവുകയാണോ എന്നൊക്കെയുള്ളൊരു ചിന്ത അവർക്ക് അവിടെ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഡിസ്റ്റൻസ് ആണ് മെയിനായിട്ട് അവിടെ ഒരു തടസ്സമായിട്ട് കാണുന്നത് കേട്ടോ. ഡിവൈൻ, പ്ലീസ് ഗിവ് മീ സം മോർ കാർഡ്സ്. The viewers in their present thoughts for them. Nine of Cups, Queen of Wands, King of Wands, High Priestess, Ace of Pentacles, the Sun, Two of Swords, Five of Wands, the Star. നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്ന് തന്നെ അവർ ഉറച്ച് വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ അവരുടെ ലൈഫിൽ ഉണ്ടെങ്കിൽ എത്ര നല്ലതാണ് എന്നുള്ള രീതിയിൽ കേട്ടോ. അവരുടെ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ് നിങ്ങൾ അവരുടെ ലൈഫിൽ ഉള്ളതാണ് എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട്. കിങ് ഓഫ് വോൺസും ക്വീൻ ഓഫ് വോൺസും ഒരുമിച്ച് വന്നിരിക്കുകയാണ്. അതായത് നിങ്ങളെ അവരുടെ ലൈഫ് പാർട്ട്ണറായിട്ട് തന്നെയാണ് അവർ കാണുന്നത്, അങ്ങനെ തന്നെയാണ് അവർ ചിന്തിക്കുന്നത് കേട്ടോ. ഏറ്റവും സ്നേഹത്തോടെ, ഏറ്റവും അട്രാക്ഷനോടെ, ഏറ്റവും ബഹുമാനത്തോടെയാണ് നിങ്ങൾ പരസ്പരം ചിന്തിക്കാറുള്ളത് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഹൈ പ്രീസ്റ്റസ് വെച്ച് നിങ്ങളുടെ പേഴ്സണോ ടാരോ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ഏറ്റവും കൂടുതലായിട്ട് ചെയ്യുന്നതായിട്ട് കാണുന്നു. ഒരുപാട് റീഡിങ്സ് ഒക്കെ നിങ്ങൾ ഒറ്റ ദിവസത്തിൽ കാണാറുണ്ടായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണോ പരസ്പരം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഒരു ടാറോ റീഡറെ സമീപിക്കുകയോ ഒരു റീഡിങ് എടുക്കുകയോ എല്ലാം ചെയ്ത് കാണാനും സാധ്യതയുണ്ട് കേട്ടോ. നിങ്ങളുടെ പേഴ്സൺ കുറച്ച് സ്പിരിച്വലി ഇൻക്ലൈൻഡ് ആവുന്നതായിട്ടും തോന്നുന്നുണ്ട്. അമ്പലം, പള്ളി വിസിറ്റ്സ്, അല്ലെങ്കിൽ മെഡിറ്റേഷന് പോവുക, യോഗയ്ക്ക് പോവുക, അങ്ങനെയൊക്കെ ഇതൊരു കുറച്ചൊരു സ്പിരിച്വൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, എസ്പെഷ്യലി മെഡിറ്റേഷനൊക്കെ അതിലൊക്കെ കുറച്ച് ആഭിമുഖ്യം കാണിക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. കൂടുതലായിട്ട് പ്രാർത്ഥന യോഗങ്ങളിൽ പങ്കെടുക്കുക, അമ്പലത്തിൽ പോവുക, പള്ളിയിൽ പോവുക, അവിടെ പോയി പ്രാർത്ഥിക്കുക, വഴിപാടുകൾ നടത്തുക, അങ്ങനെയുള്ള കാര്യങ്ങൾ അത് ചെയ്യുന്നതായിട്ട് കാണുന്നു. ഓക്കെ, കാരണം നിങ്ങളുടെ റിലേഷൻ ഒന്ന് ശരിയായി വരണം, തടസ്സങ്ങൾ മാറി വരണം എന്നുള്ള രീതിയിൽ തന്നെയാണ് അവരത് ചെയ്യുന്നത്. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ് വേണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട്. ദി സൺ വെച്ച് നിങ്ങളോട് സംസാരിക്കുമ്പോൾ, നിങ്ങളെ കാണുമ്പോൾ അവർ ഏറ്റവും ഹാപ്പി ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. മനസ്സ് നിറഞ്ഞു വരില്ലേ. നിങ്ങൾ ഒരുപാട് പോസിറ്റിവിറ്റിയുള്ള വ്യക്തിയാണ്. അപ്പം നിങ്ങളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ആ വെളിച്ചം അവർക്കും കൂടി കിട്ടുന്നത് പോലെ, അവർ ഡിപ്രസ്ഡ് ആയിട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ അവരുടെ അടുത്ത് ഒരു 5 മിനിറ്റ് സംസാരിച്ചാൽ അവർക്ക് ഫുൾ പോസിറ്റിവിറ്റി ഫീൽ ചെയ്യും. അങ്ങനെ തന്നെയാണ് അവർ ചിന്തിക്കുന്നത് കേട്ടോ. നിങ്ങൾ അവരുടെ ലൈഫിൽ ഏറ്റവും വലിയ ലക്കാണ് എന്ന് തന്നെ അവർ ചിന്തിക്കുന്നു. 2 ഓഫ് സോർട്സ് വെച്ച് ഒരു ജഗ്ലിംഗ് സിറ്റുവേഷൻ നിങ്ങളുടെ പേഴ്സൺ. ചിലർക്കെങ്കിലും എല്ലാ കാർഡും എല്ലാവർക്കും റെസനേറ്റ് ആവില്ല കേട്ടോ. ഏത് കാർഡ് ആർക്ക് റെസനേറ്റ് ആവുന്നോ അത് മാത്രമേ എടുക്കുക. 2 ഓഫ് സോർട്സ് എന്ന് ക്ലാരിഫൈ ചെയ്യൂ ഡിവൈൻ. എന്ത് സിറ്റുവേഷനിലാണ് ഇവർ ജഗ്ല് ചെയ്യുന്നത്? എന്ത് സിറ്റുവേഷനിലാണ് ഇവർ ജഗ്ല് ചെയ്യുന്നത്? ക്വീൻ ഓഫ് കപ്സ്. ഇമോഷണൽ അപ്സ് ആൻഡ് ഡൗൺസ് ആണ് ഇവർക്ക് ഉണ്ടാവുന്നത് കേട്ടോ. നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവുണ്ടാവും ചിലപ്പോൾ. നിങ്ങളുടെ പേഴ്സൻ്റെ പെരുമാറ്റം കാണുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ ഒരു മാനസികമായിട്ടൊരു ജഗ്ലിങ്ങിൽ പെട്ടു പോകുന്നുണ്ടായിരിക്കും. അതായത് ഇന്ന് വളരെ ഹാപ്പി ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്ന് മൂഡ് മാറി, പെട്ടെന്ന് ദേഷ്യം വന്നു, പെട്ടെന്ന് ഒരു കരച്ചിലായി, അങ്ങനത്തെ ആൾക്കാരുണ്ടാവുമല്ലോ. അതായത് നിങ്ങൾ സാധാരണമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് മൂഡ് സ്വിങ്സ് വരും. അപ്പം ഇവരുടെ പെരുമാറ്റം കാണുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ സംശയിക്കുന്നുണ്ടാവും, ഇവർക്ക് സത്യത്തിൽ നിങ്ങളോട് സ്നേഹമാണോ എന്നൊക്കെ. തിരിച്ചും ഉണ്ടാവും കേട്ടോ, തിരിച്ചും ഉണ്ടാവും. അവർക്കും തോന്നുന്നുണ്ടാവും, അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾ പെട്ടെന്ന് മൂഡ് സ്വിങ്സ് കാണിക്കുന്നുണ്ടാവും. തിരിച്ചുമായിരിക്കാം, അങ്ങനെ നമ്മൾ എടുക്കണം. അപ്പോൾ ഒരു കൺഫ്യൂഷനാണ്, സത്യത്തിൽ സ്നേഹമാണോ അല്ലയോ, വാട്ട് ആർ ദി ഫീലിംഗ് ആക്ച്വലി എന്നുള്ളത് നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഡൗട്ട് വരും, അല്ലെങ്കിൽ അവർക്ക് ഇടയ്ക്കിടയ്ക്ക് ഡൗട്ട് വരും. പക്ഷെ നിങ്ങളെ പ്രതി നിങ്ങളുടെ പേഴ്സൺ ഉണ്ടല്ലോ, ഹൈലി ഇമോഷണലി കംപ്ലീറ്റ്ലി ഇൻവോൾവ് ആണ് കേട്ടോ. അവരൊരു തമാശയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്ത് വന്ന് കൂടിയിരിക്കുന്നൊന്നുമല്ല. അവർ വളരെ ആത്മാർത്ഥമായി തന്നെ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങളെ പ്രതി ഇമോഷണലും ആണ്. ഓക്കെ, അതൊരു തമാശയായിട്ടുള്ളൊരു റിലേഷൻ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ക്ലാരിഫൈ. 5 ഓഫ് വോൺസ്. തടസ്സങ്ങളിൽപ്പെട്ട് ഒരു സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ക്ലാരിഫൈ. 5 ഓഫ് വോൺസ്.
നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ നിന്നും അവരെ തടയുന്ന ചില ഘടകങ്ങൾ പലർക്കും ഉള്ളതായിട്ട് കാണുന്നു. ഫ്രീ ആയിട്ടൊരു കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുന്നില്ല. ഓക്കെ, ചിലപ്പോൾ ഇവർ മാരീഡൊക്കെ ആണെങ്കിൽ ഇവരുടെ സ്പൗസ് ഒരുപക്ഷെ ഇവരുടെ മൊബൈൽ ട്രാക്ക് ചെയ്യുന്നുണ്ടോ, അല്ല മാരീഡ് അല്ല, വീട്ടിൽ പാരൻസ് ഉണ്ട്, പാരൻസ് ഫോൺ ചെക്ക് ചെയ്യുന്നുണ്ടാവും അല്ലേ. അങ്ങനത്തെ തടസ്സങ്ങൾ, ഫ്രീ ഹാൻഡിൽ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആവുന്നില്ല. അതിനെക്കുറിച്ച് ഇവർ സ്ട്രെസ് എടുക്കുന്നതായിട്ടും കാണുന്നു കേട്ടോ. തടസ്സം ഫീൽ ചെയ്യുന്നുണ്ട് ഫ്രീ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നതിൽ നിന്നും. അവർക്ക് പലതും നിങ്ങളോട് പറയണം എന്നുണ്ട്, പറയാൻ സാധിക്കുന്നില്ല, തടസ്സം ഫേസ് ചെയ്യുന്നു എന്നും അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ഇത് സ്റ്റാർ വെച്ചിട്ട് നിങ്ങൾ അവരുടെ ലൈഫിൽ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള ഒരു വ്യക്തിയാണ്, നിങ്ങൾ അവരുടെ വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്, നിങ്ങൾ അവരുടെ ലൈഫിലെ താരമാണ് എന്നൊക്കെ തന്നെ അവർ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ എന്നും അവരുടെ കൂടെ വേണം എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത് കേട്ടോ. ഒരു 3 കാർഡുകൾ എടുക്കാം. We need 2 or 3 more cards divine. സിക്സ് ഓഫ് കപ്സ് നിങ്ങളെ പ്രതി വല്ലാതെ നൊസ്റ്റാൾജിക് ആയിട്ട് അവർ ഓർക്കുന്നതായി കാണുന്നു. നിങ്ങളുടെ ഇടയിൽ കുറച്ച് കാലമായിട്ടുള്ള ബന്ധമാണ്, ന്യൂ റിലേഷൻഷിപ്പ് ഒന്നും ആയിരിക്കാൻ സാധ്യതയില്ല. നിങ്ങളുടെ ഇടയിൽ മെമ്മറീസ് ഉണ്ട്. ഓക്കെ, നിങ്ങൾ ഒരുമിച്ച് ചെയ്ത കാര്യങ്ങൾ, യാത്രകൾ പോയതായിരിക്കട്ടെ, നിങ്ങൾ ഒരുമിച്ച് ചെയ്ത ചില ഫണ്ണി തിങ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഇവർ ആ മെമ്മറീസൊക്കെ ഇവർ വീണ്ടും വീണ്ടും ഓർക്കുന്നതായിട്ട് കാണുന്നു കേട്ടോ. പിക്ചേഴ്സ് എടുത്ത് നോക്കുന്നുണ്ടായിരിക്കും, ഫ്രണ്ട്സിനോട് നിങ്ങളെപ്പറ്റി സംസാരിക്കുന്നുണ്ടായിരിക്കും, അങ്ങനെയൊക്കെ. നിങ്ങളുമായിട്ട് ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട്. അതായത് സ്നേഹം തന്ന് സ്നേഹം കൈപ്പറ്റണം എന്ന് തന്നെ അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങളിൽ പലർക്കും കമ്മ്യൂണിക്കേഷൻ വരുന്നതായിട്ടും കാണുന്നുണ്ട്. കാരണം അവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കണം, കോള് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും അവരൊരു കോൾ മെസ്സേജ് ഒക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. എനിക്കറിയാം കുറേ പേരുടെ വാട്സാപ്പൊക്കെ ബ്ലോക്ക്ഡ് ആയിരിക്കും നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്നും. വാട്സാപ്പ് ബ്ലോക്ക്ഡ് അല്ലാത്തവരുടെ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് കേട്ടോ. ബ്ലോക്ക് മാറാൻ വേണ്ടി ഞാൻ തീർച്ചയായും പ്രാർത്ഥിക്കുന്നതാണ്. ഓക്കെ, ഡിവൈൻ ടൈമിങ്ങിൽ എല്ലാം ശരിയാവും കേട്ടോ, ഒന്നും ടെൻഷൻ അടിക്കണ്ട. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ ഇന്നത്തെ തോട്ട്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഓക്കെ, ഓവറോൾ പോസിറ്റീവ് ആയിരുന്നു അല്ലേ. ഒരു ചില നെഗറ്റീവ്സ്, കാരണം ഒരുപാട് പേരുടെ എനർജീസ് കണക്റ്റ് ആവുന്നതാണ്. എല്ലാവർക്കും റെസനേറ്റ് ആയിക്കൊള്ളണമെന്നില്ല. ഏത് റെസനേറ്റ് ആവുന്നോ അതുപോലെ അങ്ങ് എടുക്കുക കേട്ടോ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ റീഡിങ്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ വേറെന്താണ്, ഹൈപ്പും കൂടെ ഒന്ന് ചെയ്ത് തരണേ. റീഡിങ് വേണ്ടവർ, പേഴ്സണൽ റീഡിങ് വേണ്ടവർ ദയവായി വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്തോളൂ. നമ്പർ ഞാൻ മേലെ കൊടുത്തേക്കാം. ഓക്കെ, അതേപോലെ ദയവായി കോൾ ചെയ്യാതിരിക്കുക. മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ പ്രശ്നം എന്താണെന്ന് ഓൾറെഡി പറഞ്ഞോളൂ. ഓക്കെ, ഞാൻ റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട, ഞാനത് വായിച്ചിട്ട് നിങ്ങൾക്ക് മറുപടി തരുന്നതാണ് കേട്ടോ. ഇനി എത്ര ലേറ്റ് ആയാലും റിപ്ലൈ ചെയ്യും. ഓക്കെ, ഇന്ന് എനിക്ക് മെസ്സേജ് വന്നാൽ ഇന്ന് തന്നെ ഞാൻ റിപ്ലൈ ചെയ്തിരിക്കും. ഇമ്മീഡിയറ്റ് ആയിട്ട് ചിലപ്പോൾ റെസ്പോണ്ട് ചെയ്തൊന്നും വരില്ല, തീർച്ചയായും ഞാൻ റെസ്പോണ്ട് ചെയ്തിരിക്കും കേട്ടോ. നിങ്ങളുടെ ടോപ്പിക് എന്താണോ അതിനെക്കുറിച്ച് ജസ്റ്റ് എന്നെ ഒന്ന് അറിയിക്കുക. റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് വേണ്ടത്, അല്ലെങ്കിൽ കരിയർ റീഡിംഗ് ആണ് വേണ്ടത്, ജസ്റ്റ് ഒന്നത് മെൻഷൻ ചെയ്യുക. അതിനനുസരിച്ച് ആവശ്യമുള്ള ഡീറ്റെയിൽസ് ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇനി ഒരു റീഡിംഗ് കാണും വരെ, ഇനി ഒരു റീഡിങ്ങുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ എത്തും വരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സേഫ് ആയിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക. മേ ഗോഡ് ബ്ലെസ്. ഹാപ്പി ന്യൂ ഇയർ അഗൈൻ. ബൈ.